നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ വണ്ടിയെ നിങ്ങൾ അറിയാതെ പെട്ടെന്നൊരാൾ ഓവർടേക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് തോന്നും? സത്യത്തിൽ ഒന്നും തോന്നേണ്ട ആവശ്യമില്ല. പക്ഷെ കേരളത്തിലെ പല ആൾക്കാർക്കും ഉടനെ അവന്റെ മനസ്സിലെ ഈഗോ ഉണരും. ഞാൻ അറിയാതെ എന്റെ മുമ്പിൽ ഒരാൾ കയറുന്നു. നിങ്ങൾ ഹോൺ അടിച്ചിട്ടും മുമ്പിൽ പോകുന്ന വണ്ടിക്കാരൻ സൈഡ് തന്നില്ലെങ്കിലോ? പലപ്പോഴും നമ്മൾ റോഡിൽ കാണാറില്ലേ? സൈഡ് തന്നില്ലെങ്കിൽ നിരന്തരമായി ഹോൺ അടിച്ച് എങ്ങനെയെങ്കിലും ഇയാളുടെ മുമ്പിലേക്ക് കയറും. എന്നിട്ട് ആ വാഹനത്തിന്റെ മുമ്പിൽ സ്പീഡ് കുറച്ച് അയാളുടെ സ്പീഡ് കുറപ്പിക്കാൻ വേണ്ടിയിട്ട് വെട്ടിച്ച് 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 അയാൾ കയറ്റി വിടൂല. അയാൾക്ക് സ്പീഡിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യില്ല. ഒരു തരം പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ട് വണ്ടി ഓടിക്കുന്ന പലരെയും കാണാറുണ്ട്. ഇത്തരം വാശി കാണിക്കുന്ന പലപ്പോഴും പുറകിലുള്ള വണ്ടിക്കാരൻ ബ്രേക്ക് ചവിട്ടാതെ മുന്നോട്ട് പോയി മുമ്പിലുള്ള വണ്ടിയിൽ ഇടിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. സൈഡ് തന്നില്ലെങ്കിൽ ഉടനെ വണ്ടി കൊണ്ട് ചെന്ന് സിനിമാ സ്റ്റൈലിൽ വട്ടം വെച്ച് ജയൻ സ്റ്റൈലിൽ ചാടിയിറങ്ങി ആ ഡ്രൈവറെ വഴക്ക് പറയും, ഡ്രൈവർ ഇങ്ങോട്ട് തിരിച്ചു വഴക്ക് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും. പലപ്പോഴും അത് കത്തിക്കുത്തലും കൊലപാതകത്തിലും വരെ കലാശിച്ച സംഭവങ്ങളുണ്ട് നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിൽ. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് മുമ്പിൽ, വിവരം എന്ന കാര്യത്തിൽ വളരെ പുറകിലാണ് എന്ന് തോന്നാറുണ്ട്. സംസ്കാരം അത് എല്ലാ അർത്ഥത്തിലും വേണം. ഗതാഗത സംസ്കാരം കൂടി നല്ല രീതിയിൽ വേണം. പലപ്പോഴും നമ്മുടെ റോഡുകളിൽ ആക്രോശമാണ്. ചെറിയ സംഭവം ഉണ്ടായാൽ പോലും എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? നിന്റെ മുഖത്ത് കണ്ണില്ലേ? റോഡ് നിങ്ങളുടെ കുടുംബത്തിന്റെ വകയാണോ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പല വിദേശ രാജ്യങ്ങളിലും ആക്സിഡന്റ് ഉണ്ടായാലും മറ്റു പല പ്രശ്നങ്ങളിലും രണ്ടുപേരും പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് എന്താണ് സംഭവം എന്ന് സ്നേഹപൂർവ്വം പറഞ്ഞു തീർക്കുന്ന ഉന്നതമായ സംസ്കാരം ഉണ്ട് എന്ന് ധാരാളം പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് ഉന്നതമായ സംസ്കാരം ഇല്ലെങ്കിലും സംസ്കാര ശൂന്യത അവസാനിപ്പിച്ചുകൂടെ? നല്ല ഒരു ഗതാഗത സംസ്കാരം പഠിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി പുതിയ തലമുറ അവരുടെ സ്കൂളുകളിൽ സിലബസിൽ തന്നെ നല്ല ഒരു ഗതാഗത സംസ്കാരം വളർത്തിയെടുക്കുന്ന രീതിയിൽ പുതിയ തലമുറയെങ്കിലും വളർന്നു വന്നാൽ കേരളത്തിൽ ഇപ്പോൾ ഈ കാണുന്ന ഗതാഗത സംസ്കാരമില്ലായ്മ അവസാനിക്കും എന്ന് കരുതാം. ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളെങ്കിൽ ട്രാഫിക്കിലുള്ള റോഡിലുള്ള ആക്രോശങ്ങളും തെറിവിളികളും അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഉള്ള ഒരു സമീപനം സ്വീകരിക്കുമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രാഫിക്.